കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി CPIM, DYFI, SFI ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് കാരണമായി മാറിയത് 2 ദിവസം മുൻപ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയപ്പോൾ അത് ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള അക്രമം എന്ന രീതിയിൽ ചിത്രീകരിച്ചത് തന്നെയാണ്. ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് തനിക്കെതിരെ ആക്രമണമുണ്ടായി, തന്റെ കഴുത്തിന് പരുക്കു പറ്റിയത് അങ്ങനെയാണ് എന്നൊക്കെ ആരോഗ്യമന്ത്രി അവകാശപ്പെട്ടു. അതിന് പിന്തുണയുമായിട്ട് കൂടെ ഉണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീർ രംഗത്തെത്തി. അത് ഏറ്റുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനു പിന്നാലെ CPMന്റെയും DYFIയുടെയും SFIയുടെയും എല്ലാ നേതാക്കളും അണികളും ഉൾപ്പെടെ കേരളത്തിലിറങ്ങി അങ്ങേയറ്റം തെക്കു മുതൽ വടക്കു വരെ അഴിഞ്ഞാടുന്ന ഗുണ്ടായസം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ, നേതാക്കളുടെ വീടുകൾക്ക് നേരെ, കോൺഗ്രസിന്റെ ഓഫീസുകൾക്ക് നേരെ പുതിയുഗ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ, അതിന്റെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അക്രമ രീതി സമരങ്ങളിലേക്ക് ഈ പറയുന്ന CPMന്റെയും DYFIയുടെയും ഒക്കെ തന്നെ ഗുണ്ടകൾ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കള്ളം പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് സ്വന്തം അണികൾക്ക് ഇത്തരത്തിൽ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും സ്പീക്കറും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ ഒരുക്കി കൊടുത്തത് എന്നത് അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്നത് പോലെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം ഉണ്ടായി. 2 ദിവസം മുൻപ് ഈ ആരോഗ്യമന്ത്രിക്കെതിരായ KSUവിന്റെ പ്രതിഷേധത്തിനെതിരെ തിരുവനന്തപുരത്തും ഈ പറയുന്നത് പോലെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതിയുഗ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും എല്ലാം നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരം നഗരൂരിലാണ് അത് നടന്നത്. ആ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള DYFI, SFI പ്രവർത്തകർ, CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ആ പ്രതികൾക്ക് ഈ പറയുന്നത് പോലെ അവരെ കണ്ട് തിരിച്ചറിയാനും നോട്ടീസ് നൽകാനുമായിട്ട് നഗരൂർ SHO ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പ്രതികളുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ അവർക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണമാണ് ഈ പറയുന്ന CPMന്റെയും DYFIയുടെയും ഒക്കെ തന്നെ പ്രവർത്തകർ നടത്തിയത്. കേട്ടാലറയ്ക്കുന്ന, കണ്ണുപൊട്ടുന്ന തരത്തിലുള്ള പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് പോലീസുകാരെ എതിരേറ്റത്. ഒരു പ്രതിയുടെ വീട്ടിലേക്ക് എത്തി അവിടെ നോട്ടീസ് കൊടുക്കാനായിട്ടെത്തിയ SHOയെ ഭീഷണിപ്പെടുത്തുന്ന, വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് അവിടെ ഉണ്ടായിരുന്ന DYFI പ്രവർത്തകർ നടത്തിയത്. നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം, നിന്റെ ജോലി ഞങ്ങൾ തെറിപ്പിക്കും എന്നാണ് ഈ DYFI പ്രവർത്തനം പറഞ്ഞത്. എന്നാൽ അതിനോട് നേർക്ക് നേർ നിന്നുകൊണ്ട് SHO പറഞ്ഞത്, എന്റെ ജോലി നീ തെറിപ്പിക്കുമെങ്കിൽ തെറിപ്പിക്കുക, നീയല്ല എനിക്ക് ജോലി തന്നത്, നീ തെറിപ്പിക്കുമെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിനക്ക് നട്ടലുണ്ടെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കുന്നു. 4 മണിക്കകത്ത് നീ എനിക്ക് എന്റെ ജോലി നീ തെറിപ്പിക്കല്ലെങ്കിൽ എന്നെ നീ സ്ഥലം മാറ്റ, ഞാൻ ഈ ജോലി ചെയ്യാൻ വന്നത്, എന്റെ ഡ്യൂട്ടി ചെയ്യാൻ വന്നതാണ്, അത് തടസ്സപ്പെടുത്താൻ സമ്മതിക്കില്ല, ഇത് തങ്ങളുടെ ഡ്യൂട്ടിയാണ്, ചെയ്യേണ്ട ജോലിയാണ്, അത് ചെയ്തേ മടങ്ങൂ എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി നെട്ടൽ നിവർന്നു നിന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ അവിടെ നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് DYFIയുടെയും CPMന്റെയും ഒക്കെ നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കേട്ടാലിറക്കുന്ന തെറിവിളിക്കുക, അവരെ അധിക്ഷേപിക്കുക, അവരെ വെല്ലുവിളിക്കുക, അവരെ കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക, അത്തരത്തിലുള്ള സമീപനങ്ങളാണ് അവിടെ ഉണ്ടായത്. അവിടെ നിന്നും പോലീസ് ജീപ്പിൽ ഈ SHO ഉൾപ്പെടെയുള്ള സംഘം മടങ്ങുകയാണ്. അപ്പോൾ ഒരു ഓൾട്ടോ കാറിൽ ഈ പറയുന്ന CPMന്റെയും DYFIയുടെയും ഗുണ്ടകൾ പോലീസ് ജീപ്പിനെ ഓവർടേക്ക് ചെയ്ത് റോഡിൽ പോലീസ് ജീപ്പിന് കുറുകെ നിർത്തി സിനിമാ സ്റ്റൈലിൽ അവിടെ നിന്നും ചാടി ഇറങ്ങി വന്ന ഈ SHOയെ അങ്ങേയറ്റം കേട്ടാലിറക്കുന്ന ഭാഷയിൽ ആദ്യം മുതൽ അവസാനം വരെ പച്ചത്തെറി വിളിക്കുകയാണ് ഈ നേതാക്കളെല്ലാം തന്നെ ചെയ്യുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകരാണ് ഈ പണികൾ ചെയ്യുന്നത്. അതിന് ഒത്താശ പാടിക്കൊണ്ട് മുതിർന്ന CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരവിടെ നിന്ന് അതിന് തടസ്സം പിടിക്കുന്നുണ്ടെങ്കിലും അവര് ഈ പറയുന്ന അധിക്ഷേപപരമായിട്ടുള്ള ഈ പരാമർശങ്ങളോ അല്ലെങ്കിൽ തെറിവിളിയൊന്നും തന്നെ തടയുന്നില്ല. അവര് അവിടെ അതിന്റെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് ഒരു 4-5 മിനിറ്റ് ദൈർഘ്യമുള്ള ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. ആ പോലീസുകാരനെ കേട്ടാലിറക്കുന്ന ഭാഷയിലുള്ള, കണ്ണുപൊട്ടുന്ന തരത്തിലുള്ള പച്ചത്തെറികളാണ് വിളിക്കുന്നത്. നിന്നെ കാണിച്ചു തരാം, നീ ഇറങ്ങി വണ്ടിയിലിരിക്കുന്ന പോലീസുകാരനെ SHOയെ വെല്ലുവിളിക്കുകയാണ്, നീ വെളിയിലിറങ്ങൂ, നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. പോലീസുകാരൻ അപ്പോൾ ആ വണ്ടിയുടെ ഡോർ തുറന്ന് ഇങ്ങനെ ഇടുന്നുണ്ട്, നീ ധൈര്യമുണ്ടെങ്കിൽ നീ ചെയ്യാൻ ഡോർ തുറന്ന് ഇറക്കുകയാണ്. പോലീസുകാരനെ വണ്ടിക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ വെല്ലുവിളിക്കുമ്പോൾ പോലീസുകാരൻ ചോദിക്കും, നീ പറയുന്നിടത്ത് ഞാൻ ഇറങ്ങി വരേണ്ട കാര്യമല്ലല്ലോ, ഞാൻ ഈ വണ്ടിയിലിരിക്കുകയാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ചെയ്യുക, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്യുക, നീ വിളിക്കുന്നിടത്ത് എനിക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല, എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് ഞാൻ പോയത്, അതിനകത്ത് നിന്റെ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് ഈ പോലീസുകാരൻ പറയുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന CPMന്റെയും DYFIയുടെയും ഗുണ്ടകള്, കുട്ടി ഗുണ്ടകള്
കുട്ടിക്രിമിനലുകള് ഉൾപ്പെടെയുള്ളവര് കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളീയ പൊതുസമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന, അങ്ങേയറ്റം അരാജകത്വം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരു സമയത്താണ് ആ പോലീസിന് അവർക്ക് യഥേഷ്ടം അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ കഴിയാത്ത അവരുടെ കൃത്യനിർവഹണം ചെയ്യാൻ അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തങ്ങൾക്കെതിരെ കേസെടുത്താൽ പോലീസുകാരൻ അത് ആരാണെങ്കിലും തങ്ങൾ വെച്ചേക്കത്തില്ല എന്ന ഒരു പ്രഖ്യാപനമാണ്, ഒരു വെല്ലുവിളിയാണ് CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ഒരു വെല്ലുവിളിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ വിഷയത്തില് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ കൃത്യനിർവഹണം തടഞ്ഞതില്, പോലീസിന്റെ വാഹനം റോഡിൽ തടഞ്ഞു നിർത്തി അവരെ അധിക്ഷേപിച്ചതിന്, തെറിവിളിച്ചതിന് മുഖത്ത് തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല തങ്ങൾ പോലീസുകാര്, ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. അവർ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ ഇത്തരത്തിൽ നേരിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കേസെടുത്തു കഴിഞ്ഞാൽ ആ കേസിൽ പ്രതികളായിട്ടുള്ളവരെ കണ്ട് തിരിച്ചറിയാനും അവർക്ക് നോട്ടീസ് കൊടുക്കാനുമായിട്ട് പോലീസ് പോവുക എന്നത് അവരുടെ സ്വാഭാവിക നടപടിക്രമമാണ്, അവരുടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണ്. അത് ചെയ്യാനായിട്ട് പോകുന്ന പോലീസുകാരെ വിരട്ടുക, ഭീഷണിപ്പെടുത്തുക, ആക്രമിക്കാനായിട്ട് കൂട്ടം കൂടുക എന്നൊക്കെ പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിന് ചേർന്ന സംഭവങ്ങളല്ല. അത്തരത്തിലുള്ള അങ്ങേയറ്റം അപലപിക്കേണ്ട രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഈ CPM-ന്റെയും ഭരണകക്ഷിയായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇത് കേരളത്തിലൊട്ടാകെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ കാരണമായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രിയുടെ ആ ഒരു കള്ള പ്രചരണമാണ്. KSC പ്രവർത്തകർ 4-5 പേര് ചേർന്ന് ആരോഗ്യമന്ത്രിയെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് കരിങ്കൊടി കാണിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ മന്ത്രിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്ന തരത്തിൽ ഒരു KSC പ്രവർത്തകന്റെ ഒരു വിരൽ പോലും സ്പർശിച്ചിട്ടില്ല എന്നത് ഈ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആ സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ മന്ത്രിയെ ആക്രമിച്ചു, മന്ത്രിയുടെ കഴുത്ത് പിടിച്ചു തിരിച്ചു, കൈ പിടിച്ചു തിരിച്ചു എന്നൊക്കെയാണ് പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ പിറ്റേന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് മന്ത്രി വീണ ജോർജിനെ കണ്ണൂര് ജില്ലാ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അവരുടെ കഴുത്തിന് ക്ഷതം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മെഡിക്കൽ ബോർഡിന്റെ രേഖകളിൽ പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു വ്യക്തതയില്ല. കാരണം KSC പ്രവർത്തകര് മന്ത്രിയെ ആക്രമിച്ചതിന്റെ യാതൊരു ദൃശ്യങ്ങളുമില്ല. അതേസമയം തന്നെ ആ പിടിവലിയിൽ മന്ത്രിയുടെ ഗൺമാന്റെ കൈ മന്ത്രിയുടെ വലതുവശത്ത് കഴുത്തിന് നേർക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുണ്ടായ ഒരു ക്ഷതമാകാം, അല്ലെങ്കിൽ മന്ത്രി അപ്പോൾ പോലീസുകാരുമായിട്ട് നടത്തിയ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു പിടിവലി അവിടെ നടന്നിട്ടുണ്ട്. മന്ത്രി ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ആ പ്രതിഷേധം കണ്ട് പിന്മാറുകയല്ല ചെയ്തത്, മറിച്ച് പ്രതിഷേധക്കാരുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് മുന്നോട്ട് ആഞ്ഞോടുന്ന ഒരു മന്ത്രിയെയാണ്. ആ മന്ത്രിയെ തടഞ്ഞു നിർത്താനാണ് പോലീസുകാരെ ഏറെ പണിപ്പെട്ടത് എന്നത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. അത്തരത്തിൽ മന്ത്രിയുടെ പെട്ടെന്നുണ്ടായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചലനങ്ങൾ ഒരുപക്ഷെ പറ്റിയ ഒരു ക്ഷതമായിരിക്കാം കഴുത്തിന് സംഭവിച്ചത്. അതിനെയാണ് മന്ത്രി KSC പ്രവർത്തകർ ആക്രമിച്ചതാണ്, കൈപിടിച്ച് തിരിച്ചതാണ്, അല്ലെങ്കിൽ കഴുത്ത് പിടിച്ച് തിരിച്ചു എന്നൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിച്ചത്. അതിന് പിന്നാലെ സംസ്ഥാന ഒട്ടാകെ തന്നെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് CPM-ന്റെ DYFI-യുടെ SFI-യുടെ ഒക്കെ തന്നെ പ്രവർത്തകർ അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിന് നേതൃത്വം കൊടുത്ത ഈ കരിങ്കൊടി പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത KSU-വിന്റെ കണ്ണൂർ ജില്ലാ അധ്യക്ഷന്റെ വീടിന് നേരെ ബോംബെറിയുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് കേരളത്തിലെ തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായി പോയി മന്ത്രിയുടേത് ഉൾപ്പെടെ എന്നതിൽ നമുക്ക് പറയേണ്ടി വരുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ കേരളത്തെ കുട്ടിച്ചോറാക്കുന്ന തരത്തിലേക്ക് CPM-ന്റെ തങ്ങളുടെ അണികളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയ മന്ത്രി വീണ ജോർജ്, ഒപ്പം തന്നെ സ്പീക്കർ AN ഷംസീർ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ഈ പക്വതയില്ലാത്ത പ്രതികരണമാണ് തങ്ങളുടെ അണികൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ അക്രമം നടത്തി അരാജകത്വം സൃഷ്ടിക്കാനുള്ള വഴി ഒരുക്കി കൊടുത്തത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ പറയുന്ന 4 പ്രമുഖ നേതാക്കൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് ഏറെ
പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ തുടർ ചലനങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള പോലീസുകാർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ പലയിടങ്ങളിലും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ തന്നെ സമരങ്ങളിൽ, പ്രതിഷേധ സമരങ്ങൾ ഉൾപ്പെടെ അധിക്ഷേപകരമായിട്ടുള്ള മുദ്രാവാക്യം വിളികളൊക്കെ തന്നെ ഉയർന്നു നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘർഷങ്ങൾ, സംഘടനകൾ, അതിനൊക്കെ തന്നെ കാരണക്കാരായിട്ടുള്ളത് ഈ പറയുന്ന 4 പേരും തന്നെയാണ്. അവർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകത്തില്ല, ഒളിച്ചോടാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഇന്നലെ പുലർച്ചെ മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ആരും അറിയാതെയാണ് യാത്ര ചെയ്യാനുള്ള ശാരീരിക അവസ്ഥ ഇല്ല എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ വന്ന മണിക്കൂറുകൾക്കകം മന്ത്രി സ്വന്തം കാറിൽ റോഡ് മാർഗം യാത്ര തിരിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി പത്തനംതിട്ടയിലെ തന്റെ വീട്ടിലേക്ക് എത്തിയത്. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മന്ത്രിക്ക് അങ്ങനെ ദൂരം റോഡ് മാർഗം സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ മന്ത്രി അത്തരത്തിലുള്ളൊരു യാത്രയാണ് തെരഞ്ഞെടുത്തത്. ആംബുലൻസിൽ പോലുമല്ല മന്ത്രി യാത്ര ചെയ്തത്. അപ്പോൾ മന്ത്രിയുടെ ഈ പറയുന്ന തനിക്ക് പരുക്കു പറ്റിയെന്നുള്ള അവകാശവാദം ഉൾപ്പെടെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. അതിനിടയിലാണ് അത്തരത്തിലുള്ള ഒരു അവകാശവാദത്തിന്റെ പേരിൽ CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും ഒക്കെ തന്നെ അണികള് കേരളത്തെ കുട്ടിച്ചോറാക്കാനായിട്ട്, കേരളത്തെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്കുള്ള അക്രമ സമരങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇവരെ നിയന്ത്രിക്കേണ്ടത് CPM-ന്റെ നേതൃത്വം തന്നെയാണ്. അതിനവർ തയ്യാറാകുന്നില്ല എങ്കിൽ കേരളത്തിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക്, രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് കേരളത്തെ തള്ളിവിടുന്നതിന് കാരണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല.